ദൈവത്തിന് മഹത്വം. വീണ്ടും ഒരു ഞായറാഴ്ച നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സർവകൃപാലുവായ ദൈവം എന്നെ ജീവനോടെ നിർത്തിയിരിക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ അറിയുക, ദൈവത്തെ അറിയുക എന്ന് പറയുന്ന പദം ലോകത്തിൽ തൻ്റെ സൃഷ്ടാവിനെ അറിയുക എന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. പുസ്തകങ്ങളിൽ കൂടെയോ വേദങ്ങളിൽ കൂടെയോ അറിവുകളിൽ കൂടെയോ ഒക്കെ ദൈവത്തെ അറിയുന്നവരാണ് നമ്മൾ. ഒരു മതത്തിൻ്റെ ബൈലോയിൽ നിന്ന് നമുക്ക് ദൈവത്തെ പറയാൻ പറ്റും. എൻ്റെ ദൈവം ഇന്നതാണ്, എൻ്റെ ദൈവം ഇന്നതാണ് എന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം മതത്തിനകത്തല്ല. സർവസൃഷ്ടാവായ ദൈവം, സർവപ്രപഞ്ചവും വാഴുന്നവനായ ദൈവം, ഈശ്വരൻ, പ്രപഞ്ച സൃഷ്ടാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ അനശ്വര ചൈതന്യം, ആ ചൈതന്യം ഒരിക്കലും മനുഷ്യൻ്റെ സൃഷ്ടിജാലങ്ങളിൽ, മനുഷ്യൻ്റെ സൃഷ്ടിക്കകത്ത് ഒന്നിലും ഒതുങ്ങത്തില്ല. കാരണം യേശുക്രിസ്തു എന്ന ഏക സത്യദൈവവും നമ്മൾ പ്രഖ്യാപിക്കുന്നു. ക്രിസ്ത്യാനി ആരായാലും മതത്തിൽ ജനിക്കുമ്പോൾ അവരുടെ അമ്മമാരിൽ നിന്ന് അവർ അറിഞ്ഞ് മതത്തിലേക്ക് വരുന്നവരാണ് പലരും പകുതി വെച്ച് ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്, ഹിന്ദുയിസത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, മുസൽമാനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ മതമാണ്. എന്നാൽ സത്യദൈവത്തെ അറിയാൻ മതത്തിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കിട്ടത്തില്ല. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ എല്ലാ പേരും, യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന എല്ലാ ശിഷ്യന്മാരും യേശുക്രിസ്തുവിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്തത്. യേശുക്രിസ്തുവിനെ അനുഗമിച്ചു, യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ചു, യേശുക്രിസ്തുവിൻ്റെ ജീവിതം കണ്ടു പഠിച്ചു. പക്ഷേ ഇവരുടെ അകത്ത് ഒളിച്ച് മതചിന്തകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പത്രോസിനോട് വാദിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. നമ്മളും ദൈവത്തെ അറിഞ്ഞവരാണ്, യേശുക്രിസ്തു എന്ന നാമത്തെ സ്നേഹിക്കുന്നവരാണ്. ഞാൻ സ്നേഹിക്കുന്നു. നസ്രേനായ യേശു, മിശിഹ, ഇമ്മാനുവേൽ, യേശുക്രിസ്തു എന്നൊക്കെ പേര് പറയുമെങ്കിലും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. യേശുക്രിസ്തു എന്ന നാമത്തിൽ അത്ഭുതങ്ങൾ നടന്ന് സഭകളിലേക്ക് കടന്നു വരികയും ആരാധിക്കുകയൊക്കെ ചെയ്തവർ ഇഷ്ടംപോലെയുണ്ട്. യേശുക്രിസ്തു എന്ന നാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യമായവരുണ്ട്. എന്നാൽ ശിഷ്യന്മാർ കണ്ടുപിടിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള വാസം അവരെ ഈ അക്കരെ പറയല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. അവരുടെ മേൽ ആ പരിശുദ്ധാത്മാവ് വന്നെന്നും അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു അവരുടെ മേൽ ഊതിയെന്നും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നുവെന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം. എന്നാൽ പ്രത്യുത ഇതൊന്നുമല്ല യഥാർത്ഥ ദൈവത്തിൻ്റെ ജീവൻ എന്താണെന്ന് ഈ പ്രപഞ്ചത്തിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. എന്നാൽ ഇതിലൊന്നും പെടാത്ത ഒരു മനുഷ്യനാണ് പൗലോസ്. എനിക്ക് ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ യേശു എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ മുഴുവനും അരച്ച് കലക്കി കുടിച്ച് ഗമാലിയേലിൻ്റെ കീഴിൽ നിന്ന് പഠിച്ചവനാണ്. മിശിഹായുടെ വരവ്, മിശിഹായുടെ ക്രൂശീകരണം, മിശിഹായുടെ ഉയർപ്പ്, വീണ്ടെടുപ്പ് എല്ലാം പഠിച്ചു വെച്ച ആൾ ശിഷ്യന്മാർ മനസ്സിലാക്കി വെച്ച ദൈവത്തിൽ നിന്ന് വേറെ ഒരു ക്രിസ്തുവിനെ താൻ പരിചയപ്പെടുത്തി. നമ്മൾ തിരുവെഴുത്തുകൾ പഠിച്ചാൽ, എൻ്റെ കണ്ടൻറ്റിലേക്ക് വരാം. ഷൗൽ എന്ന് പേര് വിളിച്ച പൗലോസ് ആദ്യമായി യേശുവിനെ പരിചയപ്പെടുകയാണ്. യേശുവിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച് യഹൂദനായി പിറവിയിൽ ജനിക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ വെളിച്ചത്തിലിരിക്കുന്ന, ആ വെളിച്ചം തൻ്റെ മുമ്പിൽ വന്നു നിന്ന് ആ വെളിച്ചത്തിലിരിക്കുന്ന ആ ചൈതന്യത്തോട് ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? ഉത്തരം അവിടെ നിന്ന് വന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്.
എന്തിനാ യേശു എന്ന് പറഞ്ഞതെന്നറിയാമോ? യഹൂദന് യേശുക്രിസ്തുവിനെ പരിചിതമാണ്. അവരുടെ സിനഗോഗുകളിൽ പ്രസംഗിച്ച, അവരുടെ വീടുകളിൽ വന്ന് അത്താഴം കഴിച്ച, അവരെ സൗഖ്യമാക്കിയ, അവരുടെ കൂടെ അവരുടെ വേദനകളിൽ കൂടെ ഇരുന്ന്, അവരുടെ തകർച്ചകളിൽ കൂടെ ഇരുന്ന്, അവരുടെ മാനസിക നിലവാരങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്ത് ഉയർപ്പ് വരെ നടത്തിയ സർവശക്തനായ ദൈവത്തിൻ്റെ മകനെന്ന് വിശ്വസിച്ചിരുന്ന യേശുവിനെ അവിടെ പലർക്കും സുപരിചിതമാണ്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. എന്നാൽ പൗലോസ്, ഇത് കഴിഞ്ഞുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം, മരുഭൂമിയിൽ പോയിട്ട് താൻ എന്തു ചെയ്തെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ മരുഭൂമിയിൽ പോയി താൻ സ്പിരിറ്റിൽ, ആത്മാവിൽ, ഈ ആത്മാവിൽ എന്ന് പറയുന്ന വാക്ക് പരമാവധി നമ്മൾ കേൾക്കുന്നത് ഈ മതത്തിനകത്താണ്. പക്ഷേ അവരൊരിക്കലും നിങ്ങൾക്ക് ആത്മാവിൽ എങ്ങനെ ജീവിക്കണമെന്നും ദൈവത്തോട് എങ്ങനെ സംസാരിക്കണമെന്നും പറഞ്ഞു തരത്തില്ല. എങ്കിൽ അവർ പിന്നെ ഇല്ല. ഈ ആത്മാവിൽ താൻ ദൈവത്തെ രുചിച്ചറിഞ്ഞു. ഇന്നെടുക്കുന്ന കർത്താവിൻ്റെ മേശയായാൽ പോലും ഈ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഒന്നും തന്നതല്ല. കർത്താവിൻ്റെ കൂടെയുള്ള മേശ പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്നാണ്. കർത്താവിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. എന്ത് കാര്യവും പൗലോസ് എഴുതിയത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ദൈവത്തിനെ എക്സ്പീരിയൻസ് ചെയ്തൊരു മനുഷ്യനാണ് പൗലോസ്. ഞാൻ പൗലോസിനെ കുറിച്ച് പറയുകയല്ല. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിനകത്ത് 4 തരത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് പറയുന്നു. അതിൽ 3 യഹൂദന് വേണ്ടിയുള്ളതും 4 സർവ്വലോകത്തിനും വേണ്ടിയുള്ളതാണ്. എന്താണ് നമുക്ക് ചിന്തിക്കാം. പഴയ നിയമത്തിൽ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കുമെന്ന് പറഞ്ഞ് ഇമ്മാനുവേൽ എന്നൊരാളെ പരിചയപ്പെടുത്തും. അത് നമുക്ക് വേണ്ടിയല്ല, യഹൂദന് വേണ്ടിയാണ്, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. 2 യേശു, നസ്രയനായ യേശു എന്നൊരാളെ പരിചയപ്പെടുത്തും. 3 മശിഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും അതിൻ്റെ കൂടെ യേശുക്രിസ്തു എന്നൊരു വ്യക്തിയെ കൂടെ അവിടെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ 3 തരത്തിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു, യേശുവിനെ പരിചയപ്പെടുത്തുന്നു. ഇതിനെല്ലാം ശൗലിന് കൃത്യമായി അറിയാം. എന്നാൽ പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ നിന്ന് കണ്ണ് കാണപ്പെട്ടവനായി പിന്നെ തിരിച്ചു പോയി മരുഭൂമിയിലേക്ക് ചെന്നപ്പോൾ താൻ പരിചയപ്പെട്ടത് സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവായ ക്രൈസ്തിനെയാണ് താൻ കണ്ടത്. എന്താണ് ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അനോയിൻറ്റ്മെൻറ്റ്, അഭിഷിക്തൻ എന്നാണ്. അഭിഷേകത്താൽ നിറഞ്ഞവൻ. ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായി അഭിഷേകം. നമ്മൾ ഈ രാജകൊട്ടാരത്തിലേക്ക് ചെന്നാൽ പഴയ കാലത്ത് രാജാവ് തൻ്റെ മകനെ അഭിഷേകം ചെയ്യും. ഇതിനാണ് തൻ്റെ അധികാരങ്ങൾ മൊത്തം തൻ്റെ മകൻ്റെ മേൽ പകർന്നു കൊടുക്കുകയാണ്. ഇനി തൻ്റെ മകൻ ആദ്യമായി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് പോലും ആ പിതാവ് അത്രത്തോളം രാജാവ് പ്രാധാന്യം കൊടുക്കും. കാരണം തൻ്റെ രാജാഭിഷേകം അവൻ്റെ മേൽ വീഴുന്നത്. രാജാവ് ആരെയാണോ അഭിഷേകം ചെയ്യുന്നത് അവൻ്റെ വാക്കിന് രാജകൽപ്പനയുടെ വിലയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എന്ന് നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ഈ ഇന്നത്തെ ക്രിസ്ത്യൻ ലോകത്തിനകത്ത് മുഴുവനും യേശു, മശിഹ, നസ്രയനായ യേശു എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം യഹൂദനുള്ളതാണ്, നമുക്കുള്ളതല്ല. നമുക്കുള്ളത് ക്രൈസ്റ്റാണ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നതാണ് വാക്യം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വാഴുന്നു. ക്രിസ്തു അകത്ത് വാണ സമയങ്ങളിൽ, ക്രിസ്തു അകത്ത് വാഴുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണം, ക്രിസ്തു അകത്ത് വാഴുമ്പോൾ ഈ ക്രിസ്തു അകത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. ക്രിസ്തുവിന് മതമില്ല, ക്രിസ്തുവിന് വർണ്ണമില്ല, ക്രിസ്തുവിന് സൗന്ദര്യമുള്ളവനാണോ ഇല്ലയോ എന്നില്ല, ക്രിസ്തുവിന് വേറെ ഒന്നുമില്ല. ക്രിസ്തു നിങ്ങളുടെ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ ആ ക്രിസ്തുവിനെ മനസ്സാക്ഷി എന്ന കുതിരയെ കൈകൊണ്ട്
നിയന്ത്രിക്കുന്ന സർവശക്തനായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. പറയില്ലേ മനസ്സാക്ഷിക്ക് വിരുദ്ധമായൊന്നും ചെയ്തിട്ടില്ല. കാരണം മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ചെയ്യില്ലെന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി നിയന്ത്രിക്കുന്ന ആളകത്തിരിക്കുവാണ്. ഞാനൊരു ക്രിസ്ത്യൻ മേഖലയുടെ അകത്ത് നിന്നല്ല സംസാരിക്കുന്നത്, ഞാൻ പൊതുവെ നിന്ന് സംസാരിക്കുകയാണ്. ആത്മാവിൻ്റെ ശക്തിയോടെ സംസാരിക്കുക. പൗലോസ് കണ്ടുപിടിച്ച ക്രിസ്തു സകല മനുഷ്യരുടെ ഉള്ളിൽ വാണുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ കൂട്ടുകലർത്താൻ വേണ്ടി മതസ്വഭാവമുള്ള ശിഷ്യന്മാർ വന്നപ്പോൾ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 15:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ അവർ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചാൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യം, യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. നിങ്ങൾക്കറിയാം, യഹൂദന്മാർ മുഴുവനും യേശുവിനെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ചവരുടെ കൂട്ടം ശിഷ്യന്മാരുടെ കൂടെ ചേർന്നു. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ചിലർ എന്ന് പറയുകയാണ്, മോശ പറഞ്ഞ പരിച്ഛേദന നിങ്ങൾ ഏൽക്കണം. മതത്തിൻ്റെ സ്വഭാവം കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ദൈവം ഇതിനകത്താണ്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എവിടെ നിന്ന് രക്ഷപ്പെടണമെന്നറിയാമോ? കണ്ടോ, അതിൻ്റെ 2-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ പൗലോസും ബർന്നബാസും അവരുടെ അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ അവരുടെ അടുക്കൽ വന്ന ആൾക്കാരാണ്. അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മതസ്വഭാവത്തിൻ്റെ രൂപത്തിലുള്ള യേശുവിനെയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് 11-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിനകത്ത് നമുക്ക് വായിക്കാം. ഞാനതെല്ലാം വേദപുസ്തകം എടുക്കുന്നത് തർക്കങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം കിടപ്പുണ്ട്. ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. അപ്പോൾ ജഡത്തിലുള്ള ഒരു ക്രിസ്തുവുണ്ട്. ശ്രദ്ധിച്ചേക്കണം, ജഡത്തിലുള്ള യേശുവുണ്ട്, ജഡത്തിലുള്ള ക്രിസ്തുവുണ്ട്. ബെത്ലഹേമിൽ ജനിക്കപ്പെട്ട് ക്രൂശിൽ തൻ്റെ പ്രാണത്യാഗം ചെയ്ത് യെരുശലേമിനകത്ത് പല വീഥികളിൽ നടന്ന അത്ഭുതങ്ങൾ ചെയ്ത ജഡത്തിലുള്ളൊരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ സ്പിരിച്വൽ മാനായ ഒറിജിനൽ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യനായ പൗലോസ് പറയുന്നു, എനിക്ക് അറിയത്തില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലെന്നാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ മുമ്പിൽ ജഡപ്രകാരം ഞാൻ ആദ്യം വെളിപ്പെട്ട്, അല്ലെങ്കിൽ ദമസ്കോസിലെ പടിവാതിൽക്ക് വെച്ച് ജഡത്തിലുള്ള ക്രിസ്തുവിനെ അറിഞ്ഞാണ് ഞാൻ ഇതിലോട്ട് വന്നത്. പക്ഷേ ഞാൻ ദൈവത്തെ മരുഭൂമിയിൽ വെച്ച് പരിചയപ്പെട്ടത് ജഡത്തിലുള്ള യേശുവിനല്ല. ജഡത്തിലുള്ള യേശു എപ്പോഴും യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ജഡത്തിലുള്ള യേശു ക്രിസ്തു യഹൂദൻ്റെ മാത്രം അവകാശമാണ്. നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതെല്ലാം സത്യം പറഞ്ഞ ഒരു ആഘോഷമാണ്. യഥാർത്ഥത്തിൽ യഹൂദനാണ് അത് ആഘോഷിക്കേണ്ടിയിരുന്നത് അന്ന്. കാരണം അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവർക്ക് ദൈവം തന്നെ ഇമ്മാനുവേലിനെ അല്ലെങ്കിൽ യേശുവിനെ അയച്ചു കൊടുത്തത്. ക്രിസ്തു എന്ന് പറയുന്ന ഏക സത്യത്തെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. ഇവർ യേശുവിനെ വിശ്വസിച്ചു, പൗലോസ് ക്രിസ്തുവിനെ വിശ്വസിച്ചു. ആ ക്രിസ്തു നിമിത്തമാണ് സർവ്വഭൂമിയും രക്ഷയിലേക്ക് വരുന്നതെന്നും ക്രിസ്തു സകലരുടെ ഉള്ളിലും വാഴാൻ ദൈവം അന്നു മുതൽ അധികാരം കൊടുത്തുവെന്നും താൻ അറിയുന്നപ്പോഴാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വിചാരിക്കും പോലെ ദൈവം ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ മാത്രമാണ്, ക്രിസ്തു വേറെ ഒരു മതത്തിലും ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ ഞാനൊരു ഹിന്ദുവായിട്ട് ജനിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഹിന്ദുവായിട്ട് ജനിച്ച് വളർന്ന ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ അമ്മയുടെ വീട്ടുകാർ മൊത്തം ഹിന്ദുക്കളായിരുന്നു. ഞാൻ ഇന്ന് വരെ വേദങ്ങളൊന്നും കണ്ടിട്ടില്ല. മഹാഭാരത രാമായണമൊക്കെ കഥകൾ കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ അവരുടെ വേദങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ക്രിസ്ത്യാനിത്വത്തിലേക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ കണ്ടത് സത്യവേദ പുസ്തകം എന്ന വേദത്തെയാണ്. പക്ഷേ അത് വായിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് സത്യമെന്ന്.
പക്ഷേ സത്യവേദ പുസ്തകം സത്യമാണ്, പക്ഷേ അത് ഡീകോഡ് ചെയ്തിരിക്കുകയാണ്. അതിനകത്തുള്ളത് എടുക്കണമെങ്കിൽ അതിൻ്റെ ഓണർ നമ്മളോട്, അല്ലെങ്കിൽ അതോറിറ്റി ആയ ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തരണം. പിതാവ് വരം നൽകിയിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല. എൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അടുക്കൽ. ക്രിസ്തു ബൈബിളിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. പൗലോസ് 11-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് പറയുന്നു, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് പറയുകയാണ് 4-ാം വാക്യത്തിൽ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു, ഞങ്ങൾ ലഭിക്കാത്ത വേറൊരാത്മാവ്, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം. ഇത് മൂന്നും ഇന്നത്തെ ക്രിസ്ത്യൻ ലോകത്തിനകത്തും മതത്തിനകത്തും ഉണ്ട്. വേറെ ഒരു സുവിശേഷം, വേറെ ഒരു ആത്മാവ്, വേറെ ഒരു യേശു. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവ സൗഖ്യം തന്നു, വേറൊരു യേശു. യഥാർത്ഥ ക്രൈസ്റ്റ് അകത്ത് വസിക്കുന്നവൻ്റെ സ്വഭാവത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ചലനമുണ്ട്. നിങ്ങൾക്കറിയാമോ, ക്രിസ്ത്യാനികൾ എന്ന് അവരെ വിളിച്ചത് അവരെ പേര് നാമകരണം ചെയ്ത് വിളിച്ചതല്ല, അവരെ കളിയാക്കി വിളിച്ചതാണ്. കാരണം യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത സമൂഹം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ നോക്കിയിട്ട് പറയുന്നു അവർ ക്രിസ്തുവിൻ്റെ അനുകാരികളാണ്, ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിൻ്റെ അനുകരിക്കുന്നവരാണ്, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ്, കാൽപ്പാടുകൾ അതുപോലെ ഫോളോ ചെയ്യുന്നവർ. കാരണം അവരുടെ രൂപം പലതായിരിക്കും, അവരുടെ കളറ് പലതായിരിക്കും, അവരുടെ ഹെയറിൻ്റെ കളർ പോലും പലതായിരിക്കും, അവരുടെ വസ്ത്രധാരണം പലതായിരിക്കും, അവർ മെയിലും ഫീമെയിലും ആയിരിക്കും. പക്ഷേ അവർ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ മുഖച്ഛായയുള്ള, യേശുവിനെ പോലെ ഇരിക്കുന്ന, യേശുവിൻ്റെ രീതിയിലുള്ള, ക്രിസ്തുവിനെ പോലെ ചലിക്കുന്നവരെ കണ്ടിട്ടാണ് അവർ യേശുവാനികളെന്നല്ല പറഞ്ഞത്, ക്രിസ്ത്യാനികളെന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിനെ കണ്ട് മനസ്സിലാക്കിയെന്നവർ. നമ്മളിൽ കണ്ടാൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുമോ? നമ്മുടെ സ്വഭാവം 15 മിനിറ്റ് ഒരാളുടെ അടുക്കൽ ചെലവഴിച്ചാൽ നമ്മളിൽ ക്രിസ്തു വെളിവരുമോ, നമ്മൾ വെളിവരുമോ? കാരണം നമ്മൾ ഈ ലോകത്തിൽ ഗിമിക്സി ജീവിക്കുന്നവരാണെന്ന് ഞാൻ പറയും. കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം, വേറെ ഒരു ആത്മാവ്, വേറെ ഒരു യേശു, ഇതാണ് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രൈസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വാഴുകയും നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്ന പ്രതിഭാസമാണ്. ലോകം നമ്മളെ കാണുമ്പോൾ ഇവനെ എവിടെ പരിചയമുണ്ട്, ഇത് ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു എന്ന് നമുക്ക് തോന്നണം. നമുക്കല്ല, ലോകത്തിന് തോന്നണം. ക്രിസ്തുവിൻ്റെ മോഡലാണ് നടക്കുന്നത്, ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ലൈഫാണ്, ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഒരിക്കൽ കുറച്ച് കുഞ്ഞുങ്ങൾ തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തന്നെ ക്ഷണിച്ചു. അപ്പോൾ താനത്ത് കടന്നു വന്നാൽ പറഞ്ഞു, ഇതാ ഇന്ത്യയിലെ ക്രിസ്തു വന്നിരിക്കുന്നു. തൻ്റെ രൂപമില്ല, ബൈബിളില്ല, കറുപ്പും വെള്ളയും ഡ്രസ്സില്ല, വലിയ കുപ്പായമില്ല, പക്ഷേ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ ക്രിസ്തു, ഇന്ത്യയിലെ ക്രിസ്തു, ഇന്ത്യയിലെ യേശു എന്നല്ല പറഞ്ഞു, ഇന്ത്യയിലെ ക്രിസ്തു എന്നാണ്. ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഏക സത്യ ദൈവമാണ് സർവശക്തനായി ഇന്നും പ്രപഞ്ചം മുഴുവനും ഭരിച്ചടക്കി വാണുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിക്ക് ദൈവം റൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർ പറയും ദൈവം നമ്മളെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അടിക്കും ഇടിക്കും. ചിലർ പറയും ദൈവം ഭയങ്കര സ്നേഹമാണ്. ഞാൻ എൻ്റെ ഒരൊറ്റ കാര്യം പറയട്ടെ, ക്രൂശിൽ വെച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുതരാം. യഹൂദന്മാർ പറഞ്ഞു, ഈ മനുഷ്യനെ കൊന്ന രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വരട്ടെ. ഇത് പറഞ്ഞ് അവർ അതിനെ ഏറ്റെടുത്തു. ഇപ്പുറത്ത് അതിലൊരു റെവലേഷനുണ്ട്. കാരണം ഇപ്പുറത്ത് നമ്മളും യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പറയുന്നു, ഞാനും അവൻ്റെ മരണത്തിൽ പങ്കാളിയാണെന്ന് പറഞ്ഞ് അവരെപ്പോലെ പറഞ്ഞു. പക്ഷേ അവർക്ക് ശിക്ഷാവിധിയും വന്നു, നമുക്ക് രക്ഷാവിധിയും വന്നു. ഒരു റെവലേഷനത്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കർത്താവ് പറയുന്നു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിൽ വെച്ച് പ്രാണവേദനയിൽ താൻ കിടക്കുമ്പോൾ ഈ ചെയ്തവരെ നോക്കി പറയുകയാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ പറയും യേശു എന്ത് ക്ഷമാശീലനാണ്. ഇത് പറഞ്ഞ ആരോടെന്നറിയാമോ? അവിടുത്തെ പടയാളികളോടാണ്. കാരണം ആ പടയാളികൾ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഇന്ന് പോലീസുകാരെ നോക്കിയാൽ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അവരുടെ ഡ്യൂട്ടി ചെയ്തു. അവരെ രാജകൽപ്പന അനുസരിപ്പിക്കാൻ
അവർ മഹാപുരോഹിതന്മാർ നിർബന്ധിച്ചപ്പോൾ രാജകൽപ്പന അനുസരിച്ചാണ് അവർ ചെയ്തത്. അവരോട് ക്ഷമിക്കണം എന്നാണ് യേശു പറഞ്ഞത്. ഇവരോട് ക്ഷമിച്ചില്ല. ചിലർ പറയാറുണ്ട്, നീ പള്ളിയിൽ പോകുന്നവനല്ലടാ, നീ ഇങ്ങനെ ക്ഷമിച്ചൂടെ? ക്ഷമിക്കാം. പല കാര്യങ്ങളും നമ്മൾ ക്ഷമിക്കാറുണ്ട്, പല വ്യക്തികളോട് ക്ഷമിക്കാറുണ്ട്, പലതും രീതിയിൽ ക്ഷമിക്കാറുണ്ട്. പക്ഷേ ദൈവം എപ്പോഴും ക്ഷമിക്കാറില്ല. ഈ പ്രപഞ്ചത്തിൽ ദൈവം റൂള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചം നിങ്ങൾ നോക്കിയാൽ ഒരുത്തൻ തെറ്റ് ചെയ്താൽ നന്മയായാലും തിന്മയായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന, ത്രോൺ ഓഫ് ഗോഡ് ഇരിക്കുന്ന, ക്രൈസ്റ്റ് അകത്തിരിക്കുന്ന ആ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഇരിക്കുന്ന ഈ ശരീരത്തിൽ അതിന് ന്യായവിധി ഉണ്ടായിരിക്കും. ക്രിസ്തു എന്ന് പറയുന്ന ഏക സത്യം സകല മാനവരാശിയുടെ ഉള്ളിലും വേണ്ട എന്ന് പറഞ്ഞാലും അവനെ ഭരിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ഞാനോ നിങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ ഉടമസ്ഥൻ നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ എങ്ങനെ ഫോമാകണമെന്ന് ചിന്തിച്ചവൻ, ഈ പ്രപഞ്ചത്തിൽ ഏത് നിമിഷവും നിന്നെ തിരികെ വിളിക്കാൻ കെൽപ്പുള്ളവൻ നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ട് എന്നതാണ് സത്യം. പൗലോസ് ഈ സത്യത്തെ അറിഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് ജഡത്തിലുള്ള ക്രിസ്തുവിനെ അറിയത്തില്ല. യഹൂദന്മാർ മുഴുവനും ബെത്ലഹേമിൽ നടന്ന പുനരുദ്ധാനം ചെയ്ത യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശിഷ്യന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ ക്രിസ്തുവിൻ്റെ ഫോമിൽ പ്രസംഗിക്കുന്നു. ഇനി നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ പൗലോസ് ക്രിസ്തു എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം സൂക്ഷ്മതയോടെ വായിക്കണം. അതിനകത്ത് നിങ്ങൾക്ക് ലൈഫുണ്ട്. പൗലോസ് എവിടെയൊക്കെ ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറഞ്ഞ ഈ മെസ്സേജ് ക്രിസ്തുവിനെ താൻ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ജീവൻ്റെ രക്ഷിതാവായ സർവ്വപ്രപഞ്ചത്തിൻ്റെ ജീവനെ കരങ്ങളിൽ വഹിക്കുന്നവനായ ദൈവത്തെ താൻ റിവീൽ ചെയ്യുകയാണ്. ഈ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ ക്രിസ്ത്യ സമൂഹത്തെ ഓർമ്മ വരും. നോ, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ സ്വന്തമല്ല, ഹിന്ദുയിസത്തിൻ്റെ സ്വന്തമല്ല, ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ്, ഇങ്ങനെയുള്ള പാർസി, മുസ്ലിം ഇവരുടെ ആരുടെ സ്വന്തമല്ല. ക്രിസ്തു എന്ന് പറയുന്നത് സർവ്വലോകത്തിൻ്റെ അഭിഷേകം നിറഞ്ഞിരിക്കുന്നതാണ്. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്, അഭിഷേകം എന്നാണ്. നിങ്ങളെയും ദൈവം ഈ ഭൂമിയിൽ ഓരോ പർപ്പസിന് വേണ്ടി ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താനായിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാനായിരിക്കാം, മരണത്തിൽ നിന്ന് വലിച്ചെടുക്കാനായിരിക്കാം. നിങ്ങളുടെ ദൗത്യം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ ഭൂമിയിൽ കുറച്ച് നാളെ കാണത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യനെ ദൈവം ഏൽപ്പിച്ച ദൗത്യമല്ലോ മറന്നു കളഞ്ഞിട്ട് മനുഷ്യൻ നിന്ന് ഒരു ഹാളിൽ സഭയൊക്കെ എടുത്ത് ഭയങ്കര ആരാധനയാണ്. നിങ്ങൾ ആരാധിച്ചോ, നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം. ഫുൾ ടൈം പ്രയറിലും തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കണമെന്ന്. ഇത് ചെയ്യാത്തവൻ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ പാടില്ലെന്താ. ഞാനതെല്ലാം പറയുന്നത് ഞാൻ കണ്ട കുറേ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അധ്യക്ഷ സ്ഥാനത്തിരിക്കണമെങ്കിൽ ആദ്യം സ്വന്തം കുടുംബം നന്നായി ഭരിക്കണം. ഫുൾ ടൈം പ്രയറിലും വീട്ടിൽ പട്ടിണിയും. നീ നിൻ്റെ കുടുംബത്തെ ആദ്യം ഭരിക്കടാ, എന്നിട്ട് വേണം നാട്ടിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ. കുടുംബത്തെ ഭരിക്കാൻ വയ്യ, എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുകയാണ്. പ്രാർത്ഥിച്ച് കുഞ്ഞു വഴിതെറ്റിപ്പോയി, ഭാര്യയും വഴിതെറ്റിപ്പോയി. പ്രാർത്ഥനയോട് പ്രാർത്ഥന, ഇന്നും പ്രാർത്ഥന തീർന്നിട്ടില്ല. ലോകം നിന്നിൽ ക്രിസ്തുവിനെ കാണുവോ, ലോകം നിൻ്റെ അകത്തിരിക്കുന്ന ചെകുത്താൻ്റെ സ്വഭാവത്തെ കാണുമോ? മതത്തിൻ്റെ സ്വഭാവം നിങ്ങളെ പിടിച്ച് പ്രാർത്ഥിപ്പിക്കാനെടുത്തും. യേശുക്രിസ്തു എന്ന ക്രൈസ്റ്റിൻ്റെ സ്വഭാവം നിങ്ങളെ ഒരു അനോയിൻറ്റ്മെൻറ്റിലേക്ക് നടത്തും. ദൈവത്തിൽ നിന്ന് വാങ്ങി മനുഷ്യർക്ക് കൊടുക്കുന്ന നിലവാരത്തിൽ നിങ്ങളെ ആക്കി മാറ്റും. ഇവിടുത്തെ കാക്കകളൊക്കെ നമ്മൾ നോക്കിയാൽ, കാക്കയെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂമിക്കകത്തുള്ള മാലിന്യത്തെ തിന്നു തീർക്കാൻ വേണ്ടിയാണ്. ഒരു എക്കോസിസ്റ്റമാണ് ഫുള്ള്. ദൈവം സകല ജീവജാലങ്ങളെ അതിൻ്റെ കാര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുക. എക്കോ ബാലൻസിങ് എന്ന് പറയും. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, ബയോളജി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാക്ക പറയുകയാണ്, ഞങ്ങൾ ഇന്ന് തൊട്ട് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഇന്ന് തൊട്ട് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഇനി ചവറൊന്നും പറക്കാൻ പോകുന്നില്ല, ഇനി ഈ വർക്കുകളൊന്നും ഞങ്ങൾ ഇനി ചെയ്യുന്നില്ല. ഞങ്ങൾ ഫുള്ളും ദൈവത്തെ ആരാധിക്കുക. ഒരു ഹാളെടുത്തിട്ട് കാക്കകളെല്ലാം കൂടെ കരഞ്ഞുകൊണ്ട് ദൈവത്തിനോട് കൈയടിച്ച് പ്രാർത്ഥന വെച്ചാൽ ദൈവം എന്തു പറയും?
ദൈവം ഇവന്മാരെ മൊത്തം ആൾക്കാരെ എടുത്ത് പോയി ജോലി ഇടാമെന്ന് പറഞ്ഞ് ഓട്ടിക്കും. കാരണം ദൈവം ഈ ഭൂമിക്കകത്ത് മനുഷ്യനെ മുതൽ സകല സൃഷ്ടികളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ്. കൈയടിച്ച് ബഹളം ഉണ്ടാക്കി ആരാധിച്ച് പോകാനല്ല ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനകത്ത് ആരാധന വേണം. പേഴ്സണൽ ലൈഫിനകത്ത് ദൈവത്തോട് ഒരു അട്രാക്ഷൻ വേണം. എന്നിട്ട് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം, സ്വർഗത്തിലൊന്നുമല്ല ദൈവം വസിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുക. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുക ക്രിസ്തുവിനെ. ഇവർ എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താം. അല്ലാതെ രാവിലെ ഒരു വെഗാബോണും എടുത്തുകൊണ്ട് കുറേ ട്രാക്റ്റും എടുത്തുകൊണ്ട് പരസ്യമായിട്ട് ഇറങ്ങി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൻ്റെ ജീവിതം പലപ്പോഴും ശൂന്യതയായിരിക്കും. കുടുംബത്തിൽ എന്നും വഴക്കും അടിയും ദാരിദ്ര്യവും ബഹളമായിരിക്കും. ഞാൻ എൻ്റെ കുടുംബത്തിനകത്ത് സുവിശേഷ വേലയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയൊരു മനുഷ്യനാണ്. ഇന്നും സുവിശേഷ വേല ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്ന് യൂട്യൂബ് ലൈവിൽ നിങ്ങളുടെ അടുക്കൽ വരുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വന്നിരിക്കുന്നത്. എൻ്റെ ആഗ്രഹം, കാരണം എൻ്റെ ഭാര്യ വയ്യാതെ ഇരുന്നാൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ള കാര്യവും മരുന്നോ മേടിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ലാതിരുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വലിയ തീവ്ര സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന ആളാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ജോലിയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് പൗലോസ് കാണിച്ചു തന്നു. ഇപ്പോൾ സുവിശേഷ വേലയായി മാറി, സുവിശേഷീകരണം വേലയായി മാറിയ കാലഘട്ടമായി. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ സുവിശേഷം വേലയല്ല, കർത്താവിൻ്റെ സുവിശേഷം ജീവിതമാണ്. നിങ്ങളുടെ ജീവിതമാണ് സുവിശേഷം. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് സുവിശേഷമായി വെളിപ്പെടണം. പഴയകാലത്തെ വിശ്വാസികളായ മൺമറഞ്ഞു പോയ പലരും സർവശക്തനായ ദൈവത്തെ വിശ്വസിച്ചിരുന്ന പല മതസംവിധാനത്തിൽ നിന്ന് പുറത്തു വന്ന ശങ്കരാചാര്യനെ പോലുള്ള ആൾക്കാർ, അവർ തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ പ്രതിഫലനമായി ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ടാണ് ഇന്നും അവർ ചരിത്രങ്ങളിൽ പേര് വന്നത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതല്ല നല്ലത്. നിങ്ങൾ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളെ വെളിപ്പെടുത്തണം. ഒരു പാസ്റ്റർ ഒരിക്കൽ ഒരു പ്രസംഗം നടന്നപ്പോൾ, ഒരു കല്യാണ പ്രസംഗമാണ്, ഞാൻ ആ കല്യാണത്തിനുണ്ടായിരുന്നു. ആ കല്യാണത്തിൽ ആ ദൈവാസം പറഞ്ഞു, ആദ്യം നീ പ്രസംഗിക്കേണ്ട നാട്ടിലും വീട്ടിലൊന്നുമല്ല, നിൻ്റെ ഭാര്യയോടാണ്. നിൻ്റെ ഭാര്യ ഒരു ഭാവഭേദവുമില്ലാതെ നിന്നോട് ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ടിരുന്നാൽ നീ ഭാര്യയുടെ മുമ്പിൽ സാക്ഷ്യമുള്ളവരാണ്. ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ തിരുവെഴുത്തുകൾ സംസാരിക്കുകയും ഭർത്താവ് അംഗീകരിക്കുകയും ചെയ്താൽ ഈ രണ്ടുപേരും കുടുംബത്തിൽ സാക്ഷ്യമുള്ളവരാണ്. നിങ്ങൾക്ക് പരസ്യമായിട്ട് എത്ര സുവിശേഷീകരണം പറഞ്ഞാലും ആൾക്കാർ നിങ്ങളെ മതിക്കും. വീട്ടിനകത്ത് ഭാര്യയെ കുനിച്ചു നിർത്തി ഇടിക്കുകയും ബഹളമുണ്ടാക്കുകയും ഭർത്താവുമായിട്ട് കടിപിടി കൂടുകയും രാത്രി മൊത്തം ഫോണിലിരിക്കുകയും കുഞ്ഞുങ്ങൾക്കൊരു സാക്ഷ്യമില്ലാതെ ജീവിക്കുകയും ചെയ്തിട്ട് പരസ്യമായിട്ട് യേശുക്രിസ്തുവിനെ വന്ന് പ്രസംഗിച്ചാൽ നീ തിരുവെഴുത്തിൽ യേശു പറഞ്ഞതുപോലെ നീ കള്ളനാകുന്നു. ആദ്യം കുടുംബത്തെ നന്നായി ഭരിക്കണം. കുടുംബത്തെ ജോലി ചെയ്ത് നല്ല രീതിയിൽ ഭരിക്കണം. കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സാക്ഷ്യമുള്ളവരായി വളർത്തണം. ലോകത്തിന് നന്മയുള്ളവരായിട്ട് വളർത്തണം. മത അനുസാരിയായിട്ട് വളർത്തരുത്. ലോകത്തിന് നന്മയുള്ളവരായിട്ട് വളർത്തണം. ലോകത്തിന് മാതൃകയുള്ളവരായിട്ട് വളർത്തണം. മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനാക്കി വളർത്തണം. കൂടെ പഠിക്കാൻ പോകുമ്പോൾ ഒരു 10 കുട്ടികളുണ്ടെങ്കിൽ ആ 10 കുട്ടികളിൽ 2 പേർ ഇൻസ്പിറേഷനായിട്ട് വളർത്തുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ബാക്കിയുള്ളവർ എന്തെങ്കിലും സങ്കടത്തിൽ പോയാൽ അവർ എഴുന്നേൽപ്പിച്ച് നിർത്തുവരെ. അവരിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെട്ട് വരും. അതിനെന്ത് വേണമെന്നറിയാമോ? ആദ്യം കുടുംബത്തിനകത്ത് ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തണം. ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു റവലേഷൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങണം. ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ബൈബിളൊന്നും കഥയൊന്നും പറഞ്ഞിട്ട് കേൾക്കത്തില്ല. കാരണം അവരൊക്കെ ഐക്യു കൂടുതലുള്ള കുട്ടികളാണ് ഇപ്പോഴുള്ള. അവർക്ക് ആദ്യം വേണ്ടത് അവർ കണ്ണുകൊണ്ട് 5 സെൻസ് ഓർഗൻസ് കൊണ്ട് അവർ അനുഭവിക്കുന്നത് മാത്രമേ അവർ അംഗീകരിക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രസംഗിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾ വെറും വിഡ്ഢികളും, നിങ്ങൾ ശൂന്യന്മാരും, നിങ്ങൾ കള്ളന്മാരും, കർത്താവിനെ നിന്ദിക്കുന്നവരും ക്രിസ്തു എന്ന ഏക സത്യത്തെ നിന്ദിക്കുന്നവരുമാണ്. എന്നെ
ഈ തിരുവെഴുത്തുകൾ കേൾക്കുന്നവരോട് ഞാൻ പറയാം, ആദ്യം കുടുംബത്തെ നന്നായി ഭരിക്കണം, കുടുംബത്തെ നോക്കണം നല്ല രീതിയിൽ. നിന്നെ വിശ്വസിച്ചിറങ്ങി വന്ന നിൻ്റെ പ്രാണപ്രിയയായ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെ നീ സൂക്ഷിക്കണം, അവരെ കരുതണം. ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിനെ കരുതണം, കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഇൻസ്പയർഡ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൂടെ നിൽക്കണം. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മാതൃകയായി ജീവിക്കണം. എന്നിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം. സുവിശേഷ വേല എന്ന് ഞാൻ പറയത്തില്ല, സുവിശേഷീകരണത്തിന് ഇറങ്ങണം. സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ ഓരോ മതക്കാരുടെ വീട്ടിൽ പോയിട്ട് യേശുവിനെ അറിയി എന്ന് പറയല്ല. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമായിട്ട് മാറണം. അപ്പോൾ ലോകം നിങ്ങളിൽ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങും. ഇല്ലാതെ നിങ്ങൾ എത്ര ട്രാക്റ്റ് കൊടുത്താലോ, എത്ര മെഗാഫോണിൽ പ്രസംഗിച്ചാലോ, വണ്ടി യാത്ര നടത്തിയാലോ, രഥയാത്ര നടത്തിയാലോ ഒന്നും നിങ്ങളുടെ അകത്ത് പ്രപഞ്ച സൃഷ്ടാവെ ദൈവത്തെ കാണുവാനായിട്ട് കഴിയത്തില്ല. ലോക മനുഷ്യന് സ്പിരിറ്റ് ഫോമിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവ മഹത്വത്തെ കാണണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ കൂടെ കാണാൻ പറ്റും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സിലെ കാണാൻ പറ്റും. ഘോര പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ യോശുവയും കാലേബിനെ എടുക്കുക. യോശുവയും കാലേബിനെ ചുറ്റുമുള്ള കൂടെ വന്നവർ തൊട്ട് മോശ വരെ നിന്ദിച്ചു, പക്ഷെ തങ്ങൾ കുലുങ്ങിയില്ല. കാരണം അത് കണ്ടിട്ട് അവർക്ക് മനസ്സിലായി ഇവർ ദൈവത്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യരെന്ന്. അതുകൊണ്ടാണ് മോശ പറഞ്ഞ അവർ വേറെ സ്വഭാവമുള്ള മനുഷ്യരാണ്. എല്ലാവരും ഒരു ദിശയിൽ സഞ്ചരിക്കുമ്പോൾ, രണ്ടുപേർ സെപ്പറേറ്റ് മാറി സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ലോകം സാക്ഷ്യം ആദ്യം വീട്ടിൽ നിന്നുണ്ടാകണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫാസ്റ്റിങ്ങും പ്രാർത്ഥനയും, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കത്തില്ല, ഭാര്യയുടെ കാര്യം നോക്കത്തില്ല. ഇത് നോക്കി എല്ലാം ചെയ്തതിന് ശേഷം കുടുംബത്തെ ഭരിച്ചിട്ട് വേണം. തിമത്യോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിച്ചിട്ട് വേണം നാട്ടെ നന്നാക്കാൻ നീ ഇറങ്ങിത്തിരിക്കും. പ്രവചനവും അത്ഭുതങ്ങളും വീരപ്രവൃത്തി എല്ലാം വേണം. പക്ഷേ ആദ്യം വേണ്ടത് കുടുംബത്തെ നന്നായി ഭരിക്കുക. അപ്പോൾ പൗലോസ് കണ്ടെത്തി ക്രിസ്തു നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നടത്തുവാൻ യോഗ്യനായ ക്രിസ്തുവാണ്. നമ്മളൊരു സങ്കടത്തിൽ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ, എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, കുറ്റം പറയുമ്പോൾ, നിന്ദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേകാറുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറയും, സാരമില്ല മക്കളെ, ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, നീ എഴുന്നേറ്റ് നിൽക്ക്, ഇന്നത്തെ തകർച്ച നാളെയുടെ അനുഗ്രഹമാണ്. ഇങ്ങനെയൊക്കെ ആരാകത്തെന്ന് പറയുന്ന മനസ്സാണോ? അല്ല, ക്രിസ്തുവാണ്. നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, നിങ്ങളെ തലോടുന്ന പെറ്റമ്മ പോലും ആ സമയത്ത് നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. പക്ഷേ അകത്തിരുന്ന് നിങ്ങളെ സ്പർശിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആമേൻ.